ബ്രൈറ്റ് കളേഴ്സും അങ്ങനത്തെ ഒരു പോപ്പ് കളേഴ്സും ഒക്കെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആ ജോണറിൽ വരുന്ന ഒരു കോമിക് ബുക്ക് ഒക്കെ പോലത്തെ ഒരു രീതിയിലാണ് ഇത് പോകുന്നത്, പാനലിംഗ് ഒക്കെ പോകുന്നത്. അപ്പൊ പ്രയാഗ് മുകുന്ദൻ ആണ് ഇതിന്റെ DOP. സംഘർഷ എണ്ണയിലും ഞാനും പ്രയാഗും തമ്മിൽ ഒരു അസോസിയേഷൻ ചെയ്തു. മസ്തിഷ്കത്തിൽ നമ്മൾ അതിന്റെ ഒരു പീക്ക് അടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ എക്സ്പ്ലോറിംഗ് വിത്ത് കോൺഫിഡൻസ്. ഓൾസോ അനമോർഫിക് ലെൻസസ്. അങ്ങനെ വി ഹാവ് ഇന്ദുലേഖ ആരാധകൻ സോങ് ഉണ്ട്. വി ഹാവ് ലില്ലി തദിയസ്, ഷീസ് സിംഗിങ് ഇത് കൺമണി എന്ന് പറയുന്ന സോങ്, നാളെ റിലീസ് ഉണ്ട്. ദെൻ വി ഹാവ് രശ്മി സതീഷ് singing another song. Then we have Parvati, she is singing Light Like Butter എന്ന് പറയുന്ന ഒരു സോങ്. We also have Jemima singing one of the most important. അല്ലാതെ തന്നെ ഫെജോയുടെ പാട്ടുണ്ട്, MC കൂപ്പറിന്റെ പാട്ടുണ്ട്, പിന്നെ പ്രണവ ശശി സാറിന്റെ പാട്ടുണ്ട്. അപ്പം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ആൽബം that has come out, and Varki is such an explorative friend of mine. You will love it. Actually, I'm so happy. Today is the release. Mastishka Maranam, and you are on today, Media Madaki. Thank you so much. Oh, wow. Thank you so much, Ashish bhai. Let's find the stories that we need to hear and make the path ahead feel bright and clear. Every voice can spark a brand new flame. On Media Mathamgi, we share the game. Inspiring journeys start with just one thought. See all the wonder that connection brought. Come on and join us now. Media Mathamgi. This will be the third time or the fourth time. Third time. I think we missed only Sankarsha. അത് മാത്രമേ മിസ് ചെയ്തുള്ളൂ. നമ്മൾ 4.5 ക്യാൻസൽ ചെയ്തായിരുന്നു. Yes. അത് പെട്ടെന്നായിരുന്നു അതിന്റെ റിലീസ് IFFK-ല്. സോ ഐ കുഡന്റ് മേക്ക് ഇറ്റ് ദാറ്റ് ടൈം. അതെല്ലാം നമ്മൾ സംസാരിച്ചു. ഏറ്റവും രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൻഡ് ദിസ് ഇസ് എ കൊമേഴ്സ്യൽ ഫിലിം. Yes, it is. വണ്ടർഫുൾ. കൊമേഴ്സ്യലിന്റെ എലിമെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാവരും ഇൻഡിവിജ്വലി വെരി നോൺ പീപ്പിൾ, ബട്ട് കളക്റ്റീവ്ലി ദേ ആർ ഓൺ സ്റ്റേജ് ടുഗദർ ഫോർ ദ ഫസ്റ്റ് ടൈം, ഐ തിങ്ക്, അല്ലേ? Yes, അതാണ് അവർ ആ എൻസോംബിൾ കാസ്റ്റിംഗ് തന്നെയാണ് ഇതിന്റെ ക്രേസിനെസ്. വിത്ത് രജിഷയും നിരഞ്ജും ലീഡ് ചെയ്യുന്നത്. ആൻഡ് ജഗദീഷ് സാർ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ സുരേഷ് കൃഷ്ണ വരുമ്പോഴത്തേക്കൊക്കെ, സാർ വരുമ്പോഴത്തേക്കൊക്കെ യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് ഫൺ. അങ്ങനെ തന്നെയാണ്. പിന്നെ ദിവ്യപ്രഭ ഇസ് ഡൂയിങ് ദിസ് ക്യാരക്ടർ വിച്ച് ഇസ് റിയലി ഹിലേറിയസ്. അപ്പം ആൻഡ് ഓൾസോ വെരി ട്രിക്കി. സെയിം വിത്ത് ശ്രീനാഥ് ബാബു, സെയിം വിത്ത് ശംഭു. അങ്ങനെ എല്ലാം നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ട്. എല്ലാവരും ട്രിക്കി സ്പേസസിലാണ്. Shanti is like wow in the film for me. Shanti is a high-tech figure in Malayalam, it seems. Yes. A lot of people now, because of I think Loka and പക്ഷെ പണ്ടേ ഉണ്ട് ജല്ലിക്കെട്ടൊക്കെ. she was there in Jallikattu. So Jallikattu is this cult movie across the world, right? I am so happy that a person that I worked with Jallikattu. IFFK-ല് കഴിഞ്ഞ മുമ്പത്തെ വർഷം ഉണ്ടായിരുന്ന ഒരു സതിയുടെ ഫിലിം ഉണ്ടായിരുന്നു. ആൻഡ് പീക്കു വാസ് ദേർ. അതെ. ഈ ശാലിനിയുടെ ഫിലിം ആണ് എന്നെന്നും എന്ന് പറയുന്ന ഫിലിമിലും ഉണ്ടായിരുന്നു. കറക്റ്റ്. IFFK. ഇൻഫാക്ട് ഞാൻ അവിടെ വീട്ടിൽ പോയിരുന്ന് സംസാരിച്ചതാണ് ആ സിനിമയെ കുറിച്ച്. താങ്ക് യു ഫോർ റിമൈൻഡിങ്. സോ ലെറ്റ്സ് കം ടു നമ്മുടെ മസ്തിഷ്ക മരണത്തില് ഈ ടൈറ്റിലിന്റെ കാര്യം. ഓഫ് കോഴ്സ് യുവർ ടൈറ്റിൽസ് ആർ ഓൾവേസ്, അത് ഈ തിരക്കഥയിൽ നിന്ന് വരുന്നതാണോ അതോ ആളുകൾ ഇത് ഇങ്ങനെ മെമ്മറൈസ് ചെയ്യണം, ചിന്തിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണോ? എന്താണ് അതിന്റെ പരിപാടി? മസ്തിഷ്ക മരണം റൈറ്റ് ചെയ്ത് തുടങ്ങുന്ന മുമ്പേ ദിസ് ഇസ് മസ്തിഷ്ക മരണം. The cinema is supposed to have a മസ്തിഷ്ക മരണം effect. It is also speaking about brain rot. It is also speaking about concept. അത് കോൺസെപ്റ്റും കാണും. പിന്നെ അതുപോലെ തന്നെ മൈൻഡ്ലെസ് സ്ക്രോളിങ്ങും എല്ലാം കൂടെ ചേർന്നാണ് മസ്തിഷ്ക മരണം വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു എഫക്റ്റ് ഉണ്ട്. പിന്നെ സിനിമ ഈസ് കട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് സിനിമ കഴിയുമ്പോഴത്തേക്കും സിനിമയെക്കുറിച്ച് ഭയങ്കര ഓർമ്മകളൊന്നും കാണത്തില്ല. പക്ഷെ വീട്ടിൽ ചെന്നും നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതിങ്ങനെ ബ്രെയിനിൽ പലതും ഇതിന്റെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ലീനിയർലി ഇത് ഓർക്കാനൊന്നും പറ്റത്തില്ല. ബട്ട് വൈൽ റൈഡിങ് ഹാവ് ഫണ്ണാണ്. അപ്പൊ അങ്ങനെ ഒരു മസ്തിഷ്ക പറഞ്ഞ പേര് നേരത്തെ കിട്ടിയായിരുന്നു. അല്ല, ആളുകൾക്ക് ഇങ്ങനെ ഒരു അവരുടെ കംഫർട്ട് സോൺ ഡിസ്റ്റർബ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ പല ടൈറ്റിൽസിലുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പലപ്പോഴും. അത് അങ്ങനെയല്ല. ഇതിന്റെ പല ഇതുകളുണ്ടല്ലോ, എന്ന് വെച്ചാൽ പല ലെയർ ഉണ്ടല്ലോ. അപ്പം ഓരോ ആൾക്കാർക്കും അവരവരുടെ നോളജും പ്രിവിലേജും ഒക്കെ വെച്ചിട്ട് ഒരു വാക്കിന്റെ അർത്ഥം, അതിന്റെ അർത്ഥത്തിന്റെ അർത്ഥം, അല്ലെ സിനിമ കാണുമ്പോഴത്തേക്ക് പല ലെയേഴ്സുകൾ മനസ്സിലാവും.
സാധാരണ ഒരാൾ കാണും മസ്തിഷ്കമരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടറിന് മസ്തിഷ്കമരണം സംഭവിക്കുന്നുണ്ട്, അതാണ് ടൈറ്റിൽ. വേറെ ഇച്ചിരി കൂടെ ഇതിനെക്കുറിച്ചൊക്കെ വായനയും ഒക്കെ ഉള്ള ആൾക്കാർക്ക് സമൂഹത്തിന്റെ സെൻസിറ്റിവിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യാതെ ഹാർട്ട് മാത്രം ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അറ്റൻഷൻ എക്കണോമിയിൽ ജീവിക്കുന്ന മസ്തിഷ്കമരണം വരും. പിന്നെ അതിന്റെ അടുത്തൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അത് അങ്ങോട്ട് കണ്ട് തീരുമാനിക്കാവുന്നല്ലേ. സോ ബേസിക്കലി ഇത് സാധാരണ ഓഫ് കോഴ്സ് എല്ലാ സിനിമയ്ക്കും ഒരു ഇന്റർപ്രിറ്റേഷൻ ലെവൽ ഓഡിയൻസ് ഡിസ്കസ് ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. മസ്തിഷ്ക മരണത്തിലും അങ്ങനെ ഒരു എലിമെന്റ് ഉണ്ടോ? ലൈക്ക് യു ലീവ് സം പാർട്ട് ടു ദ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ദ ഓഡിയൻസ് ആൻഡ് യു ഡിസ്കസ് ഫർദർ. അത് ഒബ്വിയസ് ആയിട്ടുണ്ട്. പക്ഷെ ഓൺലി തിങ് ഇസ് ദ ഫിലിം മൂവ്സ് വെരി ഫാസ്റ്റ്. ഇത് ഫിലിമിലാകെ 1-2 ഏരിയാസ് മാത്രമേ സിനിമ സ്ലോ ഡൗൺ ചെയ്യുന്നുള്ളൂ. ആ സ്ലോ ഡൗൺ ചെയ്യുന്ന ഏരിയ ഇല്ലെങ്കിൽ അവസാനത്തെ ആ എൻഹാൻസ്മെന്റ് കിട്ടത്തില്ല. പക്ഷെ ബാക്കിയെല്ലാം ഒരു ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്. അതിന്റെ വിഷ്വൽസ് ഇപ്പൊ വന്ന സംഭവങ്ങൾ വരുമ്പോൾ തന്നെ എനിക്കത് തോന്നുന്നുണ്ട്. സോ ഹൗ വിൽ ദാറ്റ് ആൻഡ് ഐ എം വെരി ഈഗർ ടു വാച്ച് ഇറ്റ്. ഇത്രയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ വേറൊരു സംഭവം ഇതിൽ പിടിച്ചിട്ടുണ്ട്. അതായത് അത് ഓഫ്കോഴ്സ് 4 സംഘത്തിലും താങ്കൾ കളേഴ്സും സ്കെയിലും എല്ലാം കുറെ കൂടി ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സോ ഹിയർ വി ക്യാൻ സി ലോട്ട് ഓഫ് സിയാൻ ആൻഡ് യെല്ലോ സോങ്സിൽ അങ്ങനെ ഒരു കളേഴ്സിന്റെ ഒരു സംഭവം പിടിച്ചിട്ടുണ്ട്. വിഷ്വലിന്റെ ഒരു പേസ് ആൻഡ് ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ. സോ വാട്ട് ഈസ് ദാറ്റ് ഓൾ അബൌട്ട്? ഈസ് ഇറ്റ് ലൈക്ക് ബിക്കോസ് ഇറ്റ് ഈസ് 2046? 2046 നമ്മൾ ആക്ച്വലി വി റിയലി ഡിഡ് നോട്ട് വാണ്ടഡ് ടു ഭയങ്കര നിയോണിഷ് ആവരുതെന്ന് പറഞ്ഞു. ബട്ട് ഐ സീ കമന്റ്സ് ഓൺ യൂട്യൂബ് സെയിങ് ദാറ്റ് ഇറ്റ്സ് ഫുൾ ഓഫ് നിയോൺ. നമ്മൾ കുറച്ചുകൂടെ ഒരു ഓറഞ്ചിലൊക്കെയാണ് പിടിച്ചത്. ഓറഞ്ചും റെഡും ഒക്കെയാണ് നിയോൺസിന്റെ ഒരു രീതി അല്ലാതെ പിടിച്ചേക്കുന്നത്. ബട്ട് ഇവൻച്വലി എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് അതാ ഒരു നിയോൺ ആൻഡ് ബ്രൈറ്റ് കളേഴ്സും അങ്ങനത്തെ ഒരു പോപ്പ് കളേഴ്സും ഒക്കെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആ ജോണറിൽ വരുന്ന ഒരു കോമിക് ബുക്കൊക്കെ പോലത്തെ ഒരു രീതിയിലാണ് ഇത് പോകുന്നത്, പാനലിംഗ് ഒക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ കളേഴ്സ് പിടിച്ചിട്ടുണ്ട്. ഓൾസോ ഇതിന്റെ പ്രയാഗ് മുകുന്ദൻ ആണ് ഇതിന്റെ DOP. സംഘർഷണ്ണയിലും ഞാനും പ്രയാഗും തമ്മിൽ ഒരു അസോസിയേഷൻ ചെയ്തു. മസ്തിഷ്കമരണത്തിന് നമ്മൾ അതിന്റെ ഒരു പീക്ക് അടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ എക്സ്പ്ലോറിങ് വിത്ത് കോൺഫിഡൻസ്. അപ്പം അത് നല്ല ചെയ്തു. ഓൾസോ അനമോഫിക് ലെൻസസ് മറ്റേ 2 സ്ക്വീസ് ആണ്, ഭയങ്കര 2.35 ആണെന്ന് തോന്നുന്നു. ആ സ്ക്വീസ് നല്ല ഇറുക്കിയുള്ള സ്ക്വീസ് ആണ്. പിന്നെ ഓൾസോ സംതിങ് ദാറ്റ് എവരിവൺ ഷുഡ് ബി കെയർഫുൾ അബൌട്ട് ഇത്, തിയേറ്റേഴ്സ് ട്രൈ ടു പ്രൊട്ടക്ട് ദെയർ സ്പീക്കേഴ്സ് ബൈ ലോവറിങ് ദ സൗണ്ട്. അപ്പൊ ഇതിന്റെ സൗണ്ട് 6.87 കിട്ടിയാലേ നല്ലതിൽ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള തിയേറ്റേഴ്സിൽ തന്നെ മാക്സിമം പോയി കാണണം എന്ന് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ കുറെ എക്സ്പ്ലോറേഷൻസ് ചെയ്യാൻ പറ്റി. ഒരുവിധം കോളേജസ്, ഈവൻ യു ഹാവ് റീച്ച്ഡ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. So it's gone to almost every and the vibe is there in all the campuses, and you have brought that kind of a vibe. Especially vibe ne kurichu parayumbol working here, of course, 4 സംഘത്തിലുണ്ട്. ആൻഡ് അതിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് നിരഞ്ജായിട്ടുള്ള എല്ലാവരും, വിഷ്ണു അഗസ്ത്യ, all those I mean visually and music wise, and you have brought Indulega also. So please talk about Varki Indulega combination. So this idea, ഇതിൻ്റെ അകത്ത് so while shooting one of the scenes, one of the photo shoots, എൻ്റെ അടുത്ത് രജിഷ ഇങ്ങനെ പറഞ്ഞു that put a female rap song somewhere. എന്ന് വെച്ചാൽ സിനിമയിലല്ല, അവർക്ക് ചുമ്മാ സീനിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും അപ്പം ഫീമെയിൽ റാപ്പ് ഉണ്ട്, പക്ഷേ മേ ബി ഒരു മലയാളം ഇതിൽ ഫീമെയിൽ റാപ്പുകൾ അധികം there is a lot, പക്ഷേ there is still not as much as the other gender. അപ്പം ആ ഐഡിയ വന്നപ്പോഴത്തേക്കും ഇതിലെ പല സാധനങ്ങളും വർക്കിയുടെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ വർക്കി ഇങ്ങനെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ വി ഹാവ് ഇന്ദുലേഖ ആരാധകൻ സോങ് ഉണ്ട്. വി ഹാവ് ലില്ലി തദ്യസ്, ഷീസ് സിംഗിങ് ഇത് കൺമണി എന്ന് പറയുന്ന സോങ്, അത് നാളെ റിലീസുണ്ട്. ദെൻ വി ഹാവ് രശ്മി സതീഷ് സിംഗിങ് അനദർ സോങ്. ദെൻ വി ഹാവ് പാർവതി, ഷീ ഈസ് സിംഗിങ് ലൈറ്റ് ബട്ടർ എന്ന് പറയുന്ന ഒരു സോങ്. We also have Jemima singing one of the most important ഇനിയുണ്ട് 2 പേരും കൂടെ ഉണ്ട്. അല്ലാതെ തന്നെ ഫെജോയുടെ പാട്ടുണ്ട്, MC കൂപ്പറിന്റെ പാട്ടുണ്ട്, പിന്നെ പ്രണവ ശശി സാറിന്റെ പാട്ടുണ്ട്. അപ്പം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ആൽബം that has come out, and Varki is such an explorative friend of mine. Varki knows what he is doing. Especially എൻ്റെ കൂടെ ഭയങ്കര കൊളാബറേറ്റീവ് ആണ്. എൻ്റെ ഫീഡ്ബാക്സിനൊക്കെ റെസ്പെക്ട്ഫുൾ ആണ്. ആ മ്യൂച്വൽ റെസ്പെക്റ്റിന്റെ ആ ഒരു ബന്ധം ഇങ്ങനെ വളരെ സേഫ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എക്സ്പ്ലോറേഷൻ മാക്സ് ആണ്. ഐ എം സോ ഹാപ്പി വിത്ത് വർക്കി, ആൻഡ് ഐ തിങ്ക് ദറ്റ്
Varki was always super talented. It's just that like Niranj, Varki needed a proper cinema in the sense where his talent is also highlighted. നിരഞ്ജൻ ഇതിൽ അങ്ങനെ തന്നെയാണ്. നിരഞ്ജന്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണിത്. അത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ നിരഞ്ജന്റെ ആക്ടിങ്ങിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മാത്രമല്ല നിരഞ്ജൻ. സെയിം വിത്ത് വർക്കി. അപ്പോൾ ആൻഡ് പിന്നെ വർക്കിയുടെ എക്സ്പ്ലോറേഷൻ ഇച്ചിരി എക്സ്പെരിമെന്റിലൊക്കെ വർക്ക് ഇടയ്ക്കിടയ്ക്ക് ആവും. അത് ഭയങ്കര രസമാണ്. അതപ്പോൾ അത് മെയിൻ സ്ട്രീമിൽ നമ്മൾ ഇതിന് മുമ്പ് സുഷിൻ, ജസ്റ്റിൻ ഒക്കെ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്കെയിലിലോട്ടൊക്കെ വർക്ക് പോട്ടെ എന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക്. വെരി മച്ച്. നാലര സംഘത്തിന്റെ മ്യൂസിക് ഇപ്പോഴും ഇപ്പൊ അടുത്ത കാലത്ത് വരെ ഞാനിത് കുറച്ചൊക്കെ അത് എഡിറ്റ് ചെയ്യണതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഐ മീൻ വൈൽ ദ കോൺവെർസേഷൻ എഡിറ്റ്സ് ഐ എം ടോക്കിംഗ് അബൌട്ട്, അതല്ലാതെ അതിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ഇഫ് ഐ സ്ക്രോൾ സംതിങ് ത്രൂ ദാറ്റ് നോ ഐ വിൽ ഗെറ്റ് ദാറ്റ് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യുന്ന മ്യൂസിക് ആണ്. സോ ഐ എം എക്സ്പെക്ടിങ് ദ സെയിം തിങ് ടു അത് നാലര സംഘം അൺഫോർച്ചുനേറ്റ്ലി കുറച്ചും കൂടി ആളുകളിലേക്ക് എത്താനുണ്ട് തോന്നുന്നു. സോ ലൈക്ക് ബിക്കോസ് ഇറ്റ്സ് സച്ച് എ വണ്ടർഫുൾ യങ്സ്റ്റേഴ്സിൽ ഒരുപാട് സ്പ്രെഡ് ആയി. പക്ഷെ ഐ തിങ്ക് നാലര സംഘം നമ്മൾ വിചാരിച്ച പോലെ ഒരു മാസ് സ്പ്രെഡിങ് നടന്നിട്ടില്ല. അത് ബ്രാൻഡിങ്, അത് സോണി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദാറ്റ് ബ്രാൻഡിങ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ അല്ലല്ലോ അതിന്റെ പ്രോഡക്റ്റ്, അതിന്റെ IP പോലും സോണിയുടെ കയ്യിലാണ്. ബട്ട് ഐ എം ഹോപ്പിംഗ് മസ്തിഷ്കമരണം വിൽ ബി ലൈക്ക് കാരണം അത് ഒന്ന് ഇപ്പൊ തന്നെ വിഷ്വൽസ് ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഇൻ അവർ മൈൻഡ്സ്. സോ ആൻഡ് ദാറ്റ് സിയാൻ യെല്ലോ. സോ ഇപ്പൊ അവാർഡ് റെക്കഗ്നിഷൻസ് നമുക്ക് ഒത്തിരിയല്ല ഒരുപാട് കിട്ടിയിട്ടുണ്ട്. സോ ഓഡിയൻസ് ഇന്ററാക്ഷൻസ്, കോൺവെർസേഷൻസ് ഒരുപാട് നടക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. സോ വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട്? A lot of people are going to love the film. അത് ഉറപ്പാണ്. കാരണം the film has an engagement. പിന്നെ ഒരു പ്രായത്തിന് മുകളിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് എന്താണെന്ന് തോന്നും. ഇത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16 to ഒരു 35-40 ഒക്കെയാണ് മാക്സ് ഇതിന്റെ ഒരു മാക്സിമം ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്, എസ്പെഷ്യലി യങ് പീപ്പിൾ. പിന്നെ ഈ അതർ ആൾക്കാർക്ക് കിട്ടുമെങ്കിൽ നല്ലതാണ്. എൻ്റെ പ്രായക്കാർക്കൊക്കെ കിട്ടുമെങ്കിൽ നമ്മൾ വൈബാണ്. അപ്പോൾ അങ്ങനത്തെ അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതിനെക്കാളും കൂടുതൽ ഗെയിമിംഗ് കോൺസെപ്റ്റുകളും സോഷ്യൽ മീഡിയ കൊളാബ്സുകളും സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർസുകളും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ റെപ്രസെൻറ്റേഷനും മീഡിയയുടെ വോയിസും റിയാലിറ്റിയും ഗെയിമും ഒക്കെ ഉള്ള സാധനങ്ങൾ, ഇങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യനിങ് ഒക്കെ ഉണ്ട്. അപ്പം ഇതുമായിട്ട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ജനറേഷൻ ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആകുകയും അവർക്ക് ഇതിൽ പല സാധനങ്ങളിൽ ചിരി വരും. മറ്റ് ആൾക്കാർക്ക് അത് ചിലപ്പോൾ അത് ബൗൺസറായിട്ട് പോകത്തും. അപ്പോൾ ഇറ്റ് ഈസ് ഓക്കെ, ജസ്റ്റ് ദാറ്റ് ഇത് അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പം അത് അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. കാസ്റ്റിനെ കുറിച്ച് ഒന്നുകൂടി പറയുമ്പോൾ, അതായത് ഈ രജിഷ ഡൂയിങ് സച്ച് എ മ്യൂസിക്കൽ സ്റ്റഫ് ഓൺ സ്ക്രീൻ, സോ ഹൗ ഡിഡ് യു ഇമാജിൻ ആ ഒരു കാസ്റ്റിംഗിന്റെ കാര്യം എങ്ങനെ മനസ്സിൽ വന്നത്? എനിക്ക് സോ വൈൽ റൈറ്റിംഗ് മീ ആൻഡ് നിരഞ്ജ് വർ ബൗൺസിങ് ദ കോൺസെപ്റ്റ് വിത്ത് ഈച്ച് അതർ. ഇപ്പൊ നിരഞ്ജിന്റെ കുറെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ഇതിൽ കുറെ ഹ്യൂമർ ഒക്കെ ഉണ്ട്. ഇനിഷ്യലി ഐ തോട്ട് ദർശനെ വെച്ച് ചെയ്യണം ബിക്കോസ് ഈസ് എ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദർശന ആൻഡ് മീ ആർ ഡൂയിങ് 2 films together. One in which she is a lead and the second in which she is the only lead. അപ്പം ഞാൻ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഫിലിം സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 films ദർശനയോട് ചെയ്യാൻ പറ്റിയിട്ട് തുടങ്ങാതിരിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഐ വിൽ നോട്ട് ഡു ഇറ്റ് വിത്ത് ദർശന, ഐ വിൽ ഡു ഇറ്റ് വിത്ത് അതർ ടാലന്റഡ് പീപ്പിൾ. അപ്പം എന്നിട്ട് ഞാനിങ്ങനെ മനസ്സിൽ ഇതിപ്പോൾ നിരഞ്ജൻ്റെ അടുത്ത് പറഞ്ഞു ചെക്ക് ഔട്ട് രജിഷാസ് വർക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ രജിഷയുടെ ലവ് കണ്ടിട്ടുണ്ട്, അനുരാഗ കരിക്കുംവെള്ളം കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലവിൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അനുരാഗ കരിക്കുംവെള്ളമൊക്കെ എനിക്ക് ഓക്കെയാണ്, ജൂണും ഓക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വൈൽ പ്രിപ്പയറിംഗ് ഫോർ അനദർ ഫിലിം ഐ സോ ഇൻ ബിറ്റ്വീൻ. അപ്പം ഞാനിങ്ങനെ വേറൊരു ഫിലിമിൻ്റെ ആവശ്യത്തിന് വേണ്ടി മധുര മനോഹര മോഹൻ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവർ ജോക്സ് ലാൻഡ് ചെയ്യാൻ ഭയങ്കര സൂപ്പർ ആണെന്നറിയാം. ദി ഓൺലി തിങ് ദാറ്റ് ഐ വാസ് വറീഡ് അബൌട്ട് ഇസ് ഷീ എ ടീം പ്ലെയർ, നമ്മുടെ ഒരു വൈബിന് സെറ്റ് ആവും അങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ ഐ സ്പോക്ക് ഇറ്റ്സ് ടോട്ടലി ഫൈൻ, ഷീ ഈസ് ലവ്ലി എന്ന്. പിന്നെ ഞാൻ എന്നിട്ട് അവരുടെ വർക്കുകൾ കണ്ടു. ഐ സോ ഓൾ ദ കൊക്കോ, കൊള്ള, അങ്ങനെയൊക്കെയുള്ള അവരുടെ സിനിമകളെല്ലാം ഇരുന്ന് കണ്ടു. പിന്നെ ഞാൻ കുറേ എക്സ്പ്രഷൻസ് ഒക്കെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഐ കോൾഡ് ഔട്ട്, ഐ റീച്ച്ഡ് ഔട്ട് ടു ഹർ ആൻഡ് വി മെറ്റ് ആൻഡ് ഐ എക്സ്പ്ലെയിൻ ദ സ്ക്രീൻ പ്ലേ.
കൺവിൻസ് ചെയ്യുന്ന അങ്ങനെ ഐറ്റം സോങ് ഉണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. അല്ലാതെ കൺവിൻസ് അങ്ങനെയൊന്നുമല്ല. അവർക്ക് സ്ക്രീൻ പ്ലേ കണ്ടപ്പോഴത്തേക്കും ഇതിലെന്താണ് ഇതൊക്കെ വേണ്ടതെന്ന് മനസ്സിലായി. ഞാൻ അവരുടെ അടുത്ത് വർക്ക്ഔട്ട് ചെയ്യണമെന്നും മെലിയണമെന്നും പറഞ്ഞില്ല. അവർ സ്മാർട്ട്ലി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഇതൊക്കെ ഉണ്ട്, ഇത് ഗെറ്റപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ തന്നെ ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഔട്ട് ഫ്രം ദ വെരി നെക്സ്റ്റ് ഡേ. നമ്മൾ കോൺട്രാക്റ്റും സൈൻ ചെയ്തിട്ടില്ല, ബട്ട് ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഹർ ക്യാരക്ടർ. പിന്നെ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരു ബാക്ക് സ്റ്റോറി എഴുതിയ ക്യാരക്ടർ ആദ്യമായിട്ടാണ്. യൂഷ്വലി ഐ സ്റ്റേ അവേ ഫ്രം റൈറ്റിംഗ് ബാക്ക് സ്റ്റോറീസ് ബിക്കോസ് ഐ ഫീൽ ദറ്റ് അതൊക്കെ കുറച്ച് ആക്ടറിന്റെ പ്രിപ്പയർ ചെയ്യുന്ന അവർ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട സാധനമാണെന്നും അത് എനിക്ക് ആവശ്യമില്ല, ഞാൻ അത് കാണിക്കുന്നില്ല എന്ന്. പക്ഷെ ഫോർ ഫ്രിഡ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഹൗ ഷി വാസ് ഇൻ സ്കൂൾ. അതൊക്കെ എനിക്ക് തോന്നുന്നു രജിഷയുടെ പ്രപ്പിന് രജിഷയ്ക്ക് വേണ്ടി വന്നു. അപ്പോൾ ഡിലൈറ്റ്ഫുൾ വൈൽ എഡിറ്റ്, അവരുടെ എഡിറ്റും ഡിലൈറ്റ്ഫുൾ ആണ്. പിന്നെ ഓൾമോസ്റ്റ് സംബഡി ഹൂസ് ഒബ്സസ്ഡ് വിത്ത് ദിസ് ഹോൾ കല. അപ്പം അങ്ങനെയാണ് കൊളാബ് രജിഷയുടെ അടുത്ത് വന്നത്. വിത്ത് ദിവ്യ, I wanted to work with Divya on another film. I don't know if that film will happen. We are all growing older together and this collab needs a beginning. ഞാൻ ദിവ്യയുടെ അടുത്ത് ഈ കൊളാബ് തുടങ്ങാൻ വേണ്ടി please come over. This is a character which is not something that you have done. പക്ഷേ it's probably like how you are outside. Not in cinema. എന്ന് പറഞ്ഞു. ആൻഡ് ദിവ്യ അഗ്രീഡ്. ആൻഡ് സോ ഹാപ്പി വിത്ത് ദ കൊളാബറേഷൻ. സെയിം വിത്ത് ആൻ സലീമിനെയും ഇതേപോലെ തന്നെ. ആൻ സലീമിനെ ഞാൻ നോട്ടീസ് ചെയ്തത് അജയ് മേനോന്റെ ഒരു വീഡിയോയിൽ നിന്നാണ്. എന്നിട്ട് ഞാൻ എൻ്റെ കളറിസ്റ്റ് കാൻപ്രോ മേനോന്റെ അടുത്ത് പറഞ്ഞപ്പോൾ കാൻപ്രോ ഷോഡ് മീ നായകൻ്റെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ സൈഡ് ഇത് ചെയ്തിട്ട് ഇമാജിൻ ചെയ്യണം. അവർ മെമ്മറി റിമൂവ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ കയറിയിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ വർക്ക് ചെയ്യാനുള്ള. അപ്പോൾ ഐ കോൾഡ് അപ്പ് ശംഭു ആൻഡ് സെഡ് മാൻ യു ആർ വിത്ത് ആൻ ഇൻ ദ നായകൻ നമ്മുടെ ഒരു സെറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ ആയിരിക്കുമോ, വിൽ ഷി ബി കംഫർട്ടബിൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശംഭു പറഞ്ഞു മാൻ സൂപ്പർ പ്ലെയർ ആണ്, യു ക്യാൻ. എന്നാലും ഞാൻ ആനിനെ വിളിച്ചു. ഓൾസോ ഐ മെറ്റ് ആൻ ഇൻ ബിറ്റ്വീൻ സംവെയർ ഇൻ ലുലുവിൽ വെച്ചൊക്കെ മീറ്റ് ചെയ്ത്. അപ്പോഴേ എനിക്ക് ആൻ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. കാരണം ഈ ഹെയർ സ്റ്റൈൽ സൂട്ട് ആവുന്ന ഒരു ഫേസും വേണം, ടാലൻറ്റഡും ആയിരിക്കണം. കാരണം she has screen space but not as much as the other two women. ദിവ്യ പ്രഭയുടെ അത്ര സ്ക്രീൻ സ്പേസ് ഉള്ളൂ ഇവർക്ക്. അപ്പം അതിൽ തന്നെ നമുക്ക് ഒരു ഷോട്ടിൽ 2 ഷോട്ടിലൊക്കെ ലാൻഡ് ചെയ്യിപ്പിക്കുന്ന ആൾ വേണം. അപ്പോൾ ആൻ ഇസ് സൂപ്പർ ടാലന്റഡ് അഗെയിൻ. അങ്ങനെയാണ് ഇവരിലെത്തിയേക്കുന്നത്. പിന്നെ ഇന്ദ്രജ ഇസ് പ്ലേഡ് ബൈ സായി ഹൂസ് എ വണ്ടർഫുൾ ആക്ട്രസ്. 4.5 ഗാങ്സിൽ രാഹുലിന്റെ വൈഫായിട്ട് തിരുവനന്തപുരം കാര്യമായിട്ട് വന്നു. പിന്നെ ശാന്തി. സോ ശാന്തി ഒരു ഗസ്റ്റ് റോൾ പോലെയാണ്. ബിക്കോസ് ഐ വാണ്ടഡ് Shanti to be a part of this. കാരണം ഇത് എനിക്ക് we will not know about the fate of Loka or how Loka is going to be. But I think I had a small collaboration with her in 4.5 Gangs. So I really think that artists and directors, grow together if they collab more and more so that they discover. ഇപ്പം നമ്മൾ തമ്മിൽ കുറെ കൂടെ ഡിസ്കവർ ചെയ്യും. അങ്ങനെയാണ് ശാന്തി ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ സംഭവം. ഐ എം സോ ഹാപ്പി വിത്ത് ദിസ് whole girl tribe, and അവരവരുടെ പരിപാടി അങ്ങ് സെറ്റ് ചെയ്യുന്നുണ്ട്. Totally ഒരു യുണീക്ക് ക്യാരക്ടർ കോമ്പിനേഷനുമാണ്. ഐ മീൻ ഇൻ ദ സെൻസ് കാസ്റ്റ് കോമ്പിനേഷനാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് എക്സ്പെക്ടേഷൻസ് വെക്കാൻ പറ്റില്ല ഇതെങ്ങനെ വരുന്നത്. ആൻഡ് സോ ദാറ്റ് വേ ഇറ്റ് ഈസ് വെരി ക്യൂരിയസ്. ഐ എം വെരി ക്യൂരിയസ്. ആൻഡ് ദിവ്യയൊക്കെ ഒരു ഷെല്ലിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാന്നുള്ളത് തന്നെ ഇറ്റ്സ് ലൈക്ക് ഐ മീൻ ഈവൻ ആൻസ്ലീം ഞാൻ തിയേറ്ററിൽ ഉണ്ടായിരുന്നല്ലോ ചെറിയൊരു റോൾ. സോ ഐ സ്പോക്ക് ടു ഹർ. So it's wonderful actually. While talking itself, we'll feel like, oh wow, if I were a casting director, I would push her somewhere. അങ്ങനെ തോന്നുന്ന ഒരു ഇതുണ്ട് അവർക്ക്. So it's very interesting. I'm very keen to so ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കൃഷ്ണന്റെ മനസ്സിൽ പുതിയ പുതിയ ഐഡിയാസ് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. So what are the next things that are coming up? ഇല്ല, ഞാൻ ആന്റി ആങ്സൈറ്റി മൊമെന്റിലാണ്. എന്റെ മനസ്സിൽ വേറെ ഐഡിയാസ് ഒന്നുമില്ല. എന്റെ മനസ്സിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഷോയ്ക്ക് പോകണം, ഡ്രസ്സ് ഏതിടണം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അല്ലാതെ ലൈക്ക് ബട്ട് ഐ എം പ്ലാനിങ് ടു മേക്ക് എ ഫിലിം. ഐ പിച്ച് സംതിങ് ടു ടോവി. ഐ ഹവ് ഓൾറെഡി പിച്ച്ഡ് ഇറ്റ് ടു ദർശന 2 years back. സോ ഇറ്റ്സ് എ ലവ് സ്റ്റോറി. അപ്പോൾ നമുക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ടോവി ഈസ് എ ലോങ് ടൈം friend and collaborator. My first film was supposed to be with Tovino in 2013. ആൻഡ് സഞ്ജുവിനെ മീറ്റ് ചെയ്യിപ്പിച്ച ടോവിനോയാണ്. അപ്പം പിന്നെ അത് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഐ ഹവ് സീൻ ഹൗ ടോവിനോ
has flourished, then I'm so happy for such a talented person and such a strong human being, such a beautiful human being, and also a ഹാർഡ് വർക്കറാണ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ടീമാവും. അത് അപ്പോൾ അങ്ങനത്തെ ഒരു കൊളാബ് വരുന്നുണ്ട്. അതിനി അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ സ്റ്റാർട്ട് ഗിവിങ് അപ്ഡേറ്റ്സ് സൂൺ. അതാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ്. ആൻഡ് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ലവ് സ്റ്റോറി. I think ടൊവിനോയ്ക്കും ആ ഒരു സ്പേസ് ഉണ്ട്, ലൈക്ക് ലവ് സ്റ്റോറീസ്. ഹി ഹാസ് ഓൾവേസ് ബീൻ അതിലൊരു ഒരു ഹൈ ഉള്ളൊരു ഇതാണല്ലോ. അതെ, ലവ് സ്റ്റോറി വിത്ത് ലോട്ട് ഓഫ് മൈ ലേണിങ്സ് ഫ്രം മൈ പ്രേമം ഒക്കെയാണ്, വിത്ത് അമ്മു ഓഫ് കോഴ്സ്. വെരി ഗുഡ്. സോ ഇതിന്റെ ദിസ് കുഡ് ബി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പ്രീ റിലീസ് ക്യാമ്പയിൻസ് യു ഹാവ് ഗോൺ ടു മെനി പ്ലേസസ് ആൻഡ് പീപ്പിൾ, ഐ മീൻ യങ്സ്റ്റേഴ്സിന്റെ ഒരു എനർജി വി വർ ഫീലിംഗ് ദാറ്റ് ത്രൂ ദ വിഷ്വൽസ് that we have seen. So could you speak about that? No, the thing is that this whole media campaign is also part of the film. എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് നമുക്കിതൊരു ഇൻസ്റ്റലേഷൻ പോലെ എടുക്കാം. ഈ സിനിമയുടെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഐറ്റം സോങ് വരുന്ന ആൾക്കാർ തെറി വിളിക്കുന്നു, അത് ഈ സിനിമയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഐറ്റം സോങ്ങിന് തെറി വിളിച്ചവർക്ക് വേണ്ടി ആരാധകനാണോ നീ, ഞാൻ പറയാം നീ കരുതും മാനല്ല മയിലല്ല നാടിന്റെ സ്വത്തല്ല, നോ മോർ പ്ലേയിങ് ആരാച്ചാര്. അപ്പൊ ആ സോങ്ങിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സാധനം വരുന്നു. നമ്മൾ തന്നെ PR ക്യാമ്പയിൻ കോളേജസിൽ പോയിട്ട് മാക്സിമം ചെയ്യുന്നു. അവിടെ നമ്മൾ ഐബോൾ ഗ്രാബ് ചെയ്ത് നമ്മളൊരു അൽഗോരിതം ഉണ്ടാക്കി, എക്കോസിസ്റ്റം ഉണ്ടാക്കുന്നു. ഇപ്പം എനിബഡി ഹൂസ് ലിറ്റിൽ ക്ലോസ് ടു സിനിമ, അവരുടെ എല്ലാം ഫീഡ്സിൽ നമ്മളിങ്ങനെ വന്ന് ബൊമ്പാർഡായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് സിനിമയുടെ തന്നെ ഒരു ഭയങ്കര ഭാഗമാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ സിനിമ വിൽക്കാൻ വേണ്ടി മാത്രമല്ല, അത് നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഈ ഐബോൾ കൾച്ചറും എക്കണോമിയെ കുറിച്ചൊക്കെ പറയുന്ന സിനിമയാണ്. അപ്പൊ അതിന്റെ ബ്രാൻഡിങ്ങിൽ തന്നെ നമ്മൾ ആ ഒരു പരിപാടി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. യെസ്, ഐ ഹാഡ് കൺസൾട്ടൻസ് ഫോർ ദിസ്. അജിത് വിനായക പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അജിത് വിനായക ഫിലിംസ് അവര് ആ റൂമിലൊക്കെ ഇതിന്റെ ഈ ഐഡിയാസ് മനസ്സിലാക്കി അവര് മാക്സിമം തന്നെ ചെയ്തു. ആൻഡ് ഓൾസോ മൈ അസോസിയേറ്റ് നിക്കിയൊക്കെ ഇത് കോൺസെപ്റ്റ് ലിറ്ററലി മനസ്സിലായി. ആൻഡ് ഐ എം സോ ഓൾസോ ഹാപ്പി വിത്ത് ദിവ്യ ആൻഡ് നിരഞ്ജ് ഫോർ സ്റ്റേയിങ് ത്രൂ ഔട്ട് ദിസ് ഹോൾ ക്യാമ്പയിൻ. ഐ എം ഹാപ്പി വിത്ത് രജിഷ ഫോർ ഗിവിംഗ് ഔട്ട് ഇന്റർവ്യൂസ് വൈൽ ഷി വാസ് ഷൂട്ടിംഗ്. രജിഷം വേറൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക അമൽ നീരജ് സാറിന്റെ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് രജിഷ ഇത് ചെയ്യുന്നതൊക്കെ കുറച്ച് കമന്റബിൾ ആണ്. ഓൾസോ മൈ ടീം ഓഫ് ഇന്ദു, ദിവ്യ ജോബി, പ്രയാഗ്, എല്ലാവരും നമ്മുടെ ആൽവിനൊക്കെ ഈ ക്യാമ്പയിന് കൂടെ വന്നു നമ്മുടെ കൂടെ. സോ വി വർ ലൈക്ക് a pack of people who are trying to just getting people to know our film's name. ഒരു എനർജി ഭയങ്കരമായിരുന്നു, ലൈക്ക് ദോസ് വിഷ്വൽസ്, ആൻഡ് ഐ എം ഹോപ്പിംഗ് ദ സെയിം തിങ് വിൽ കണ്ടിന്യൂ ത്രൂ ദ തിയേറ്റേഴ്സ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് കൃഷ്ണൻ, ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് യു ആർ ഡൂയിങ് കൊമേഴ്സ്യൽ ഫിലിംസ് ആൻഡ് യുവർ ഇന്റലക്ട് ഇസ്, ഐ മീൻ ഇത് ഇങ്ങനെയും ഒരു ഇതുണ്ടല്ലോ, അതിന്റെ ഒരു അതിർവരമ്പ് വളരെ നേരിയതായിരുന്നു. ലൈക്ക് യു ആർ ലീവിങ് മെനി ഇന്റലക്ച്വൽ ഇന്റർപ്രിട്ടേഷൻസ് വിത്ത് യുവർ പ്രീവിയസ് ഫിലിംസ്, ബട്ട് കൊമേഴ്സ്യൽ, ഇപ്പൊ എക്കോ പോലുള്ള ഒരു സിനിമ അതിന്റെ അതിർവരമ്പ് ഇങ്ങനെ ബ്രേക്ക് ചെയ്തു. സോ ഇറ്റ്സ് ലൈക്ക് ഇന്റലക്ച്വൽ തോട്ട്സ് ആൻഡ് ഡിസ്കഷൻസ് ആർ ഹാപ്പനിങ് അക്രോസ് ത്രൂ ഓൾ ഏജസ് ആൻഡ് ഓൾ കൈൻഡ് ഓഫ് ഓഡിയൻസസ്, ആൻഡ് ദിസ് വിൽ ബി നെക്സ്റ്റ്. Echo so much, കേട്ടോ. Echo is such a beautiful film. അപ്പോൾ ഞാൻ ആക്ച്വലി ബാഹുലിന്റെ പ്രീവിയസ് വർക്ക് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ I found that he is very talented, but Echo gave me confidence that in this whole reel culture and attention economy, if you are a strong storyteller, your screenplay is going to be different. And Dinjit is always a good director. എല്ലാ വർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തന്നെയാണ് അയാളുടെ ഫിലിം മേക്കിംഗ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രണ്ട് കോമ്പിനേഷൻ കൂടെ വന്നപ്പോൾ ഐ ഫൗണ്ട് ഇറ്റ് ടു ബി എ മാജിക്കൽ ഫിലിം. ആൻഡ് ഇറ്റ്സ് അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇതിന്റെ ഓപ്പൺ എൻഡിങ്ങിനെ കുറിച്ചൊക്കെ കോൺഫിഡൻസ് കിട്ടി. എൻ്റെ സിനിമയിലും ഉണ്ട് അത്, അതിനെക്കുറിച്ച് കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ ഐ എം സോ ഹാപ്പി ദാറ്റ് ദേ ഹവ് കോൺട്രിബ്യൂട്ടഡ് ടു me being unafraid and my producer also being unafraid, and very important. We are all contributing to each other, especially I am taking a lot from every smart guy in the industry. അതുകൊണ്ട് And now let this ഈ ഒരു vibe അങ്ങോട്ട് continue ചെയ്യട്ടെ. a lot of people are going to have fun
women are going to have fun, young men are going to have fun, smarter people with the understanding are going to have fun. The other people who are not as privileged as this, അവർക്ക് ഫുള്ള് ചിരിക്കാൻ പറ്റും. അത്തരം ഫിലിംസിന് ഒരു വലിയ സാധ്യതയുണ്ടല്ലോ, ചിരിക്കാൻ. ജോക്ക് ലാൻഡ് ചെയ്യുന്നത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു 7-8 മിനിറ്റ് ഈ വേൾഡിൽ കയറാൻ വേണ്ടി ഒരു ഡിഫിക്കൽട്ടി ഒക്കെ കാണും. അത് കഴിഞ്ഞ് ചിരിച്ച് വേൾഡിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയുള്ള ഡിഫിക്കൽട്ടി എത്തും. വെടിക്കെട്ടാവട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് വിൽ ക്യാച്ച് സൂൺ. ശരി. Let's find the stories that we need to hear and make the path ahead feel bright and clear. Every voice can spark a brand new flame. On Media Mathamgi, we share the game. Inspiring journeys start with just one thought. See all the wonder that connection brought. Come